ചങ്ങായിമാരെ, നമ്മളെ സംഘികൾ ഇനി എന്ത് ചെയ്യും? നമ്മുടെ ഇന്ത്യ ഇസ്രായേലിനെ തള്ളിപ്പറഞ്ഞു. ഇസ്രായേൽ വെറും ചെറ്റകളാണ്, വെറും ഉഡായിപ്പാണെന്ന് നമ്മളെ ഇന്ത്യ ഉറക്കെ വിളിച്ചു പറഞ്ഞു. സുഹൃത്തുക്കളെ, ബ്രിക്സ് ഉച്ചകോടിയിൽ ഇറാന് നേരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തെ എല്ലാ രാജ്യങ്ങളും തള്ളിപ്പറഞ്ഞപ്പോൾ ഇന്ത്യയും അതിന്റെ കൂടെ കൂടി പറഞ്ഞു ഇസ്രായേൽ വെറും ചെറ്റകളാണെന്ന്. ഇനി നമ്മൾ സംഘികൾ എന്ത് ചെയ്യും? സംഘികൾ ഇനി മോഡിജിയെ തെറിവിളിക്കേണ്ട അവസ്ഥ വന്നല്ലോ സുഹൃത്തുക്കളെ, മോഡിജിയെ തെറിവിളിക്കേണ്ട അവസ്ഥ വന്നല്ലോ. സംഘികളെ, ഇത് ഞാൻ തള്ളുന്നതല്ല, തള്ളിപ്പറഞ്ഞത് ഉള്ളതാണ്. നമുക്ക് എന്തായാലും ആ വാർത്തയിലേക്ക് കടക്കാം. വാ. ഒരു വാർത്ത വരുന്നുണ്ട്. ഇറാനെ ആക്രമിച്ചതിനെ കുറ്റപ്പെടുത്തി ഇന്ത്യ അടക്കമുള്ള ബ്രിക്സ് രാഷ്ട്രങ്ങൾ രംഗത്ത് വന്നു. ബ്രിക്സിന് തീരെ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിനെ തള്ളാതെ UN വോട്ടെടുപ്പിൽ ഇന്ത്യ. അപ്പോൾ അതും ഒരു വലിയ വാർത്തയാണ്. കാരണം ഇന്ത്യയുടെ നയം അഫ്ഗാനിസ്ഥാന് അനുകൂലമാകുന്നു എന്ന സാഹചര്യമാണ് ഇപ്പോൾ UN ഉണ്ടായത്. കൂടുതൽ വിശദാംശങ്ങൾ PP തന്നെ പറയും. SKN, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തിന്റെ താല്പര്യങ്ങളാണ് പ്രധാനപ്പെട്ടതെന്ന് കാണിക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് എടുക്കുന്നത്. ഇന്ത്യക്ക് ഇസ്രായേലുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. ഇസ്രായേലിന് ആയുധങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും കൊടുക്കുന്നു എന്നുള്ള ആക്ഷേപം ഉന്നയിക്കാറുണ്ട്. പക്ഷേ ഇറാനെ ഇസ്രായേൽ ആക്രമിച്ച സംഭവം വന്നപ്പോൾ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പേരെടുത്ത് പറയാതെ ബ്രിക്സ് രാഷ്ട്രങ്ങൾ അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയപ്പോൾ ഇന്ത്യ അതിൽ പങ്കാളിയായി എന്നുള്ളത് ഒരു വലിയ നയമാറ്റം എന്ന് പറയുന്നില്ല, പക്ഷേ ഒരു സ്റ്റാൻഡ്, ഒരു നിലപാട് വലിയ വ്യത്യാസം വന്നു എന്നുള്ള സൂചനയാണ്. കാരണം ഇന്ത്യക്ക് ഇറാൻ പ്രധാനപ്പെട്ടതാണ്. ഇറാനിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നുണ്ട്. അവിടെ ചാബഹാർ പോർട്ട് ഇന്ത്യയുടെ വലിയ ആയിരക്കണക്കിന് കോടി ഇന്ത്യ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇറാനെ ഇന്ത്യക്ക് കൈവിടാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഒപ്പം തന്നെ ഇസ്രായേലിനും വേണം. അപ്പൊ അവിടെ ഇസ്രായേലിന്റെ പേര് പറയാതെ ബ്രിക്സ് രാഷ്ട്രങ്ങൾ എന്ന് പറയുമ്പോൾ ബ്രസീലും റഷ്യയും ഇന്ത്യയും ചൈനയും സൗത്ത് ആഫ്രിക്കയുമാണ് ആദ്യം അതിലുണ്ടായിരുന്നത്. ഇപ്പൊ 3-4 രാജ്യങ്ങൾ കൂടി കൂടിയിട്ടുണ്ട്. അപ്പൊ ഈ പ്രത്യേകിച്ച് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇല്ലാത്തൊരു കൂട്ടായ്മയാണ്. അതിൽ ഇന്ത്യ ഇറാനെ അനുകൂലിക്കുന്ന ഇത് എന്നുള്ളൊരു മാറ്റമാണ്. ഒപ്പം തന്നെ SKN, അഫ്ഗാനിസ്ഥാന്റെ കാര്യത്തിൽ താലിബാനുമായിട്ട് വലിയ ശത്രുതയിലാണ് ഇന്ത്യ ആയിരുന്നത്. പാകിസ്ഥാനുമായിട്ടാണ് കൂട്ടുകൂടിയിരുന്നത്. പക്ഷെ പാകിസ്ഥാനും താലിബാനും തമ്മിൽ എതിർപ്പ് വന്നതോടെ ഇന്ത്യയുടെ നിലപാട് ഇപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും താലിബാന് അനുകൂലമാണ്. ഇതെങ്ങനെ സഹിക്കും? ഇസ്രായേലിനെ തള്ളിപ്പറഞ്ഞത് പോട്ടെ, താലിബാനുമായി സൗഹൃദം സ്ഥാപിക്കുന്നു നമ്മളെ മോഡിജി. ഇനി സംഘികൾ എങ്ങനെ ഇന്ത്യയിലെ രാജ്യസ്നേഹികളായ മുസ്ലിങ്ങളെ താലിബാനുകൾ എന്ന് വിളിക്കും? എന്റെ മോഡിജി, നിങ്ങൾ എന്തൊക്കെ പണികളാണ് നമ്മളെ സംഘികൾക്ക് കൊടുക്കുന്നത്? ഇനി മോഡിജി, താങ്കളെ ഈ സംഘികൾ താഴെ ഇറക്കും. എന്നിട്ട് UPയുടെ എല്ലാമായ സംഘികളുടെ ഏറ്റവും വലിയ ചാണകമായ യോഗിജിയെ കൊണ്ടുവരാൻ എല്ലാ ശ്രമങ്ങളും നടത്തും. മോഡിജി, നിങ്ങളെ പണി പോകും. എന്നാലും മോഡിജി, നിങ്ങൾ എത്രമാത്രം സംഘികൾ പൊക്കിക്കൊണ്ട് നടന്നതാണ്. ഇനി സംഘികളെ, നിങ്ങൾ എന്ത് ചെയ്യും? മല്ലയ്യ, എന്ത് ചെയ്യും? ഇതിപ്പോ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചപ്പോ ഇസ്രായേലിന് മാത്രമല്ല പണി കിട്ടി, അമേരിക്കക്കും പണി കിട്ടി. അതിന്റെ കൂടെ ഇന്ത്യയിലെ വിവരമില്ലാത്ത ചാണക സംഘികൾക്കും ഏറ്റവും വലിയ പണി കിട്ടി. ഈ ചാണക സംഘികളെ, ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ സുഹൃത്ത് ബന്ധം വേണ്ടത് ഇറാനുമായിട്ടാണ്. അല്ലാണ്ട് വെറുതെ പൊക്കളി നടക്കുന്ന ഇസ്രായേലുമായിട്ടില്ല. തിന്ന ചോറിൽ വിശ്വസിക്കാൻ പറ്റാത്ത ടീമായി ഇസ്രായേൽ എന്ന് അമേരിക്കൻ പ്രസിഡന്റായ ലോക ബുദ്ധിമാൻ എന്ന് പറയുന്ന വിഡ്ഢിയായ ട്രംപിന് വരെ അറിയാം, മോഡിക്കും അറിയാം. പക്ഷെ ചാണകം തിന്ന് നടക്കുന്ന ഈ താങ്ങി നടക്കുന്ന അടിമ സംഖ്യക്ക് മാത്രമേ അത് മനസ്സിലാകാണ്ടുള്ളൂ. പെട്രോളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഏടെ കൊണ്ടുപോയിട്ട് നിങ്ങളെ വണ്ടി തള്ളും. എവിടെ തള്ളും? നിങ്ങള് മൂഞ്ചി കുത്തിയിരിക്കേണ്ടി വരും. എന്നിട്ട് ഇറാനങ്ങ് കുറ്റം പറയാൻ നടക്കുന്ന കുറെ വിവരമില്ലാത്ത ചാണകങ്ങൾ. പിന്നെ ഒന്നും കൂടി പറയാ, ചാണക സംഖ്യകളെ, ചൈനയും റഷ്യയും ഇന്ത്യയും ഒന്നിച്ചിട്ടുണ്ടെങ്കിലല്ല ഈ അമേരിക്കയൊന്നും ഒന്നുമല്ല. അങ്ങനെ ഒന്നിക്കുന്നുള്ള പേടി കൊണ്ടാന്ന് ഈ ഇസ്രായേലും ഈ ട്രംപും കൂടിയിട്ട് ഈ 3 രാജ്യങ്ങളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി നോക്കുന്നത്. ഇന്ത്യനെയും ചൈനയും തമ്മിൽ തല്ലിക്കാൻ നോക്കുന്നത് ഈ വേട്ടാവളിയാണ് ഈ ട്രംപ് കൂടെ ഈ നെതന്യാഹും കൂടിയിട്ട്. ഒന്നിച്ചു കഴിഞ്ഞാൽ ഇവർ രണ്ടാളും മൂഞ്ചിപ്പോ. അത് പറയുമ്പോ വിവരമില്ലാത്ത ചാണക സംഖ്യകൾ എന്തെങ്കിലും തിരിയാ. അതിനിടയിൽ വേറൊരു വാർത്ത വന്ന സുഹൃത്തുക്കളെ, സംഖ്യയുടെ കരളലിപ്പിക്കുന്ന വാർത്ത. ഇസ്രായേലി സൈന്യം ആത്മഹത്യ ചെയ്യുന്ന സുഹൃത്തുക്കളെ. ഉറക്കം വരാതെ മാനസികമായി തകർന്നിട്ട് ഡിപ്രഷൻ അടിച്ചിട്ട് ആത്മഹത്യ ചെയ്യാൻ തുടങ്ങി. കാരണം യുദ്ധത്തിന് ഇറങ്ങിയിട്ട് അവരെ മൊത്തം ജീവിതം തന്നെ തകർന്ന അവസ്ഥയിലുള്ള. ഇത് ഞാൻ പറയുമ്പോഴല്ലേ സംഖ്യകൾ വിശ്വസിക്കാണ്ടിരിക്കൂ. സംഖ്യയുടെ എല്ലാമായ കർമ്മ തള്ളച്ചി തന്നെയാണ് ഈ സത്യമായ വിവരം പുറത്തുവിട്ടത്. നമുക്ക് അതും കൂടി കേട്ടുനോക്കാം. ഇസ്രയേലി സൈനികർ അനുഭവിക്കുന്ന ട്രോമകൾ അവരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതായി റിപ്പോർട്ടുകൾ. യുദ്ധം ഏൽപ്പിച്ച ആഘാതം താങ്ങാനാകാതെ ഒരു 24-കാരനായ ഇസ്രയേലി സൈനികൻ ആത്മഹത്യ ചെയ്തതിന് പറയുന്ന കാരണങ്ങൾ ഉറങ്ങാനാകുന്നില്ല എന്നതാണ്. കണ്ണടച്ചാൽ അയാളുടെ മുന്നിലെത്തുക കത്തുന്ന ശരീരങ്ങളുടെ മണവും കാഴ്ചയും. ഇസ്രയേലി സൈന്യത്തിനെ ഗാസ മുനമ്പിലും ലെബനനിലുമൊക്കെ സേവനമനുഷ്ഠിച്ച ഡാനിയൽ എഡ്രി എന്ന 24 വയസ്സുകാരനായ യുവ സൈനികനാണ് ആത്മഹത്യ ചെയ്തത് എന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു. യുദ്ധമേൽപ്പിച്ച ആഘാതം, അതിനെ തുടർന്ന് അയാൾ ഡിപ്രഷനിലേക്ക് പോയി യുദ്ധരോഗത്തിന്റെ പിടിയിലായിരുന്നു. യുദ്ധമേഖലകളിൽ സൈനിക റിസർവ് ഡ്യൂട്ടി ഏൽപ്പിച്ച പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിനെ തുടർന്നാണ് ഡാനിയൽ എഡ്രി ആത്മഹത്യ ചെയ്തത് എന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. സംഘികളെ, കർമ്മ എന്നിട്ടൊരു സാധനമുണ്ട്. ദൈവം ഒന്നും തിരിച്ചു കൊടുക്കാതെ ഇവിടെ നാരി അങ്ങോട്ട് കെടുക്കൂലട്ടാ. എന്തൊക്കെ പാപങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ടോ അതിന്റെയൊക്കെ ശിക്ഷ അനുഭവിക്കേണ്ടത് തന്നെ വരും. പിഞ്ചി കുഞ്ഞുങ്ങളെയും ഗർഭിണികളെയും ഒരു മനസാക്ഷിയുമില്ലാണ്ട് വെടിവെച്ച് കൊല്ലുമ്പം ഇവരെന്താ വിചാരിച്ച് സുഖമായിട്ട് ഉറങ്ങാമെന്നോ?
ഒരു ഉറക്കവും കിട്ടൂല. അത് ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന ദൈവമായാലും ശരി, മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമായാലും ശരി, ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ദൈവമായാലും ശരി, ലോകത്ത് ഏത് മതക്കാർ വിശ്വസിക്കുന്ന ദൈവമാണെങ്കിലും പിഞ്ചു കുഞ്ഞുങ്ങളെയും പാവം ഗർഭിണികളെയും കൊന്ന ഒരുത്തനെയും വെറുതെ വിടൂല, മനസമാധാനം കൊടുക്കൂല. ഇതൊക്കെ തന്നെയാണ് പശുവിന്റെ പേരിൽ ഉത്തരേന്ത്യയിൽ പാവങ്ങളെ കൊല്ലുന്ന സംഖ്യകളെ നിങ്ങളുടെ അവസ്ഥയും. ഒരു ടൈം ആവുമ്പോൾ മനസമാധാനം ഇല്ലാതെ ഉറക്കം വരാതെ ഇതുപോലെ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഇതിന് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തനെന്നും ഏറ്റവും വലിയവനെന്നും വിചാരിച്ച ക്രൂരനായ ഹിറ്റ്ലർ വരെ അവസാനം ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടാ. ഇത് തന്നെയാണ് മനസാക്ഷിയില്ലാതെ ഇതുപോലുള്ള കൊടും പാതകങ്ങൾ ചെയ്യുന്നവരും ചെയ്യാൻ പോകുന്നവരും അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ശിക്ഷ. പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നവന് ഒരിക്കലും മാപ്പ് കൊടുക്കൂല, ഒരു മനസമാധാനവും കൊടുക്കൂല. തിരിച്ചൊന്നും ചെയ്യില്ല എന്ന് ഉറപ്പുള്ള പാവങ്ങളെ ആക്രമിക്കുമ്പോ സംഘങ്ങളെ നിങ്ങൾ ഓർത്തോ? നിങ്ങളെ തലേന്റെ മുകളിൽ ദൈവം എല്ലാം കാണുന്നുണ്ട്. നിങ്ങൾക്ക് ദൈവവിശ്വാസമില്ല, എന്നാലും ദൈവം എന്നിട്ടൊരു സംഭവമുണ്ട്, അതെല്ലാം കാണുന്നുണ്ട്. നിന്നെയൊന്നും മനസമാധാനമില്ലാണ്ടിട്ടല്ല, ചാണകം തീറ്റിച്ചിട്ട് നിന്റെ ഉറക്കം കെടുത്തിട്ട് നരകിപ്പിച്ചിട്ട് നിന്നെയൊക്കെ ദൈവം ഈ ഭൂമിയിൽ നിന്ന് വിളിക്കുള്ളൂ. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരു നല്ല സുലാൻ.